നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാവോയിസ്റ്റ് സ്വാധീന മേഖലകളുടെ ഭൂപടം പുറത്തുവിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഉൾക്കാടുകളിൽ മാവോയിസ്റ്റുകൾ താവളം കെട്ടിപ്പടുക്കുന്നു. വകുപ്പുകൾ പൂഴ്ത്തിവെച്ച ഒഴിവുകൾ കണ്ടെത്താൻ ജില്ലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെൽ പരിശോധന. ബാങ്കുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വ്യാപാരികൾ മാർച്ചും ധർണയും നടത്തി. കൺസൾട്ടൻസി നൽകിയതിൽ ക്രമക്കേട്. വയനാട് മെഡിക്കൽ കോളേജ് വിജിലൻസ് അന്വേഷണത്തിൽ കുടുങ്ങി. നവംബർ മുതൽ ഇതുവരെ ജില്ലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂലി കുടിശ്ശിക 14 കോടി രൂപ. നടപടിയെടുക്കേണ്ടവർക്ക് അനങ്ങാപ്പാറ നിലപാട്. കാട്ടാനയുടെ വിളയാട്ടത്തിൽ പൊറുതിമുട്ടി വടക്കനാട് പച്ചാടി ഗ്രാമം. കുടിവെള്ളത്തിന് നട്ടം തിരിഞ്ഞ് കൽപ്പറ്റ കൂടലായിക്കുന്ന്. വിശദമായ വാർത്തകളിലേക്ക്. നിലമ്പൂർ ഏറ്റുമുട്ടലിന് തിരിച്ചടിക്കാൻ മാവോയിസ്റ്റുകൾ ഹിറ്റിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു. കർണാടക AMSുമായി ഏറ്റുമുട്ടലിൽ ക്യാപ്റ്റൻ യെല്ലപ്പ കൊല്ലപ്പെടുകയും രൂപേഷ് അറസ്റ്റിലാവുകയും ചെയ്തതോടെ ദുർബലമായി പോയ വാരാഹിണി ദളം പുനരുജ്ജീവിപ്പിച്ചാണ് 8-അംഗ ഹിറ്റിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചത്. തിരുനെല്ലി, തലപ്പുഴ, ആറളം പ്രദേശങ്ങളുടെ ചുമതലയാണ് CP മൊയ്തീൻ നേതൃത്വം നൽകുന്ന വാരാഹിണി ദളത്തിന്. യെല്ലപ്പ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ദുർബലമായ വാരാഹിണി ഗ്രൂപ്പിലെ മറ്റംഗങ്ങളായ സുന്ദരി, ഷിനോജ് എന്നിവർ കബനി ദളത്തിലേക്ക് മാറിയിരുന്നു. ശിഥിലമായ വാരാഹിണി ഗ്രൂപ്പിനെ വീണ്ടും ശക്തിപ്പെടുത്തി CP മൊയ്തീനെ അതിന്റെ നേതാവാക്കി. പുതിയ വാരാഹിണി ദളത്തിൽ 8 അംഗങ്ങൾ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ച സൂചന. നിലമ്പൂർ ഏറ്റുമുട്ടലിന് തിരിച്ചടി നൽകാൻ രൂപീകൃതമായ പുതിയ വാരാഹിണി ദളം പ്രവർത്തകർ തിരുനെല്ലി, തലപ്പുഴ, ആറളം ഭാഗങ്ങളിൽ ആദിവാസി കോളനികൾ സന്ദർശിച്ചതായി വിവരമുണ്ട്. കഴിഞ്ഞ മാസം 17-ന് തിരുനെല്ലി വെള്ളറോഡി കോളനി 4-അംഗ മാവോയിസ്റ്റ് സംഘം സന്ദർശിച്ചതായി സ്ഥിരീകരണമുണ്ട്. വാരാഹിണി ദളത്തിനു പുറമെ കബനി ദളം, ഭവനി ദളം, ശിരുവാണി ദളം എന്നിങ്ങനെ 3 ദളങ്ങളും വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ സംഗമസ്ഥാനമായ ട്രൈ ജംഗ്ഷനാണ് മലബാറിൽ ഇപ്പോൾ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ ന്യൂക്ലിയസ് കേന്ദ്രം. ട്രൈ ജംഗ്ഷൻ സുൽത്താൻ ബത്തേരിയാണെന്ന് പോലീസിന് വിവരമുണ്ട്. ബത്തേരി മേഖലയിൽ കാടിനു വെളിയിൽ ഒട്ടേറെ മാവോയിസ്റ്റ് പ്രവർത്തകർ ക്യാമ്പു ചെയ്ത് പശ്ചാത്തല പ്രവർത്തനം നടത്തുന്നതായി പോലീസ് അനുമാനിക്കുന്നു. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. രാജ്യത്ത് മാവോയിസ്റ്റ് സ്വാധീന മേഖലകളുടെ ഭൂപടം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു. മാവോയിസ്റ്റുകൾ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന മേഖലകളിൽ വയനാട്, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളും. തെക്കേ ഇന്ത്യയിൽ തെലങ്കാന കഴിഞ്ഞാൽ കേരളം മാവോയിസ്റ്റ് സ്വാധീന മേഖല. തീവ്ര സ്വാധീനമുള്ള ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളെയാണ് ഭൂപടത്തിൽ ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗികമായോ നാമമാത്രമായോ സ്വാധീനമുള്ള മേഖലകളെയാണ് ഇളം മഞ്ഞ, പച്ച നിറങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിൽ മാവോയിസ്റ്റുകളെ നേരിടാൻ 2000 കോബ്ര ഭടന്മാരെ നിയോഗിക്കാനും ഇവർക്ക് ഹെലികോപ്റ്റർ ലഭ്യമാക്കാനും തീരുമാനിച്ചിരുന്നു. സുഖുമോ ആക്രമണത്തിൽ 24 CRPF ജവാന്മാരെ കൊന്നൊടുക്കിയ മാവോയിസ്റ്റുകൾ ക്യാമ്പിലുണ്ടായിരുന്ന കണക്കറ്റ ആയുധശേഖരങ്ങളും വെടിക്കോപ്പുകളും മറ്റും കടത്തിക്കൊണ്ടുപോയിരുന്നു. ഈ ആയുധങ്ങൾ വനങ്ങളിലെ മാവോയിസ്റ്റ് ഇടനാഴി വഴി കേരളത്തിലും എത്തിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക നിഗമനം. മന്ദമായിരുന്ന പ്രവർത്തനങ്ങൾ 1-2 ആഴ്ചയായി ഊർജ്ജസ്വലമാണെന്നാണ് റിപ്പോർട്ട്. മലബാർ ജില്ലകളിലെ മാവോയിസ്റ്റ് സാന്നിധ്യത്തിനെതിരെ ജാഗ്രത പാലിക്കാൻ മലപ്പുറത്ത് ചേർന്ന പോലീസ് മേധാവികളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരുന്നു. കർണാടക, തമിഴ്നാട്, കേരള സംസ്ഥാനങ്ങൾ സംഗമിക്കുന്ന ട്രൈ ജംഗ്ഷൻ സുൽത്താൻ ബത്തേരിയാണെന്നും പരിസ്ഥിതി, മനുഷ്യാവകാശ പ്രവർത്തകരായി മാവോയിസ്റ്റുകൾ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. ഉൾവനങ്ങളിൽ മാവോയിസ്റ്റുകൾ താവളം ഉറപ്പിക്കുന്നു. മരമുറിയും പെരുമ്പാമ്പിന്റെ തോലെടുക്കലും തകൃതി. മാവോയിസ്റ്റുകളെ പരിസ്ഥിതി സ്നേഹം കപടമാണെന്ന് ഉറപ്പിക്കുന്ന ദൃശ്യങ്ങൾ വയനാട് ന്യൂസിന് ലഭിച്ചു. ഉൾക്കാടുകളിൽ മാവോയിസ്റ്റ് താവളം ഉറപ്പിക്കുന്നതാണ് വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്കും പുറം ലോകത്തേക്കും തുരത്തപ്പെടാനിടയാകുന്നതെന്നും സംശയം. ഉൾക്കാടുകളിൽ നിന്ന് ആനയും കടുവയുമടക്കം വന്യമൃഗങ്ങൾ വൻതോതിൽ പുറത്തേക്കൊഴുകുന്നതിന് കാരണമായി ഇതുവരെ പറഞ്ഞിരുന്നത് ഉൾവനങ്ങളിൽ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കുണ്ടായ തകർച്ചയും കാലാവസ്ഥാ വ്യതിയാനവുമാണ്. എന്നാൽ ഇതിനേക്കാൾ ഗുരുതരമായ സംഗതി ഉൾക്കാടുകളിൽ മാവോയിസ്റ്റുകൾ വന്യമൃഗങ്ങളെ തുരത്തി താവളങ്ങൾ ഉറപ്പിക്കുന്നു എന്നതാണ്. കടുവയും ആനയും മറ്റും ചത്തൊടുങ്ങുന്നതും ബന്ദിപ്പൂർ, മുതുമല, തോൽപ്പെട്ടി വന്യമൃഗ സങ്കേതങ്ങളിൽ അടുത്ത കാലത്തായി വൻ കാടിളക്കം അനുഭവപ്പെടുന്നതും
ഉൾക്കാട്ടിലെ മാവോയിസ്റ്റ് താവളം എന്ന പുതിയ പശ്ചാത്തലത്തിലാണ്. കുഴിബോംബുകളുടെ അടക്കം മാവോയിസ്റ്റുകളുടെ ആയുധ പരിശീലനവും മനഃപൂർവമായ വന്യമൃഗ വേട്ടയും ഉൾവനങ്ങളിൽ ജീവജാലങ്ങൾക്ക് ഭീഷണിയായിട്ടുണ്ട്. ടെന്റുകൾ കെട്ടാനും വിൽപ്പനയ്ക്കും മറ്റുമായി മരങ്ങളും അടിക്കാടുകളും വെട്ടിമാറ്റുന്നതും പ്രശ്നമായിട്ടുണ്ട്. പെരുമ്പാമ്പിനെ കൊന്ന് മാവോയിസ്റ്റുകൾ തോലെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പ്രചാരത്തിലുള്ളതാണ്. കാട്ടിൽ വെച്ച് ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട രാജൻ എന്ന ഷിനോജിനെ കാട്ടിൽ തന്നെ സംസ്കരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വയനാട് ന്യൂസ് പുറത്തുവിടുകയാണ്. നിലമ്പൂർ ഏറ്റുമുട്ടലിൽ പിടിച്ചെടുത്ത മാവോയിസ്റ്റ് പെൻഡ്രൈവിലേതാണ് ഇതെന്നാണ് കരുതുന്നത്. മാവോ സേതുങ്ങിന്റെ ഗറില്ല യുദ്ധതന്ത്രം അനുസരിച്ച് കാടുകളിൽ സായുധരായ പ്രവർത്തകർ താവളം ഉറപ്പിക്കുകയും മൈനുകളും മറ്റും വിതറി പോലീസോ സൈന്യമോ കടന്നുവരുന്നത് പ്രതിരോധിക്കുകയും ചെയ്യുന്ന താവളങ്ങൾ കെട്ടിപ്പടുക്കുക എന്ന പ്രക്രിയയാണ് വയനാടൻ വനാതിർത്തിയിലടക്കം ഇപ്പോൾ നടക്കുന്നത്. രാഷ്ട്രീയമായ ചില എതിർപ്പുകളും മതിയായ സന്നാഹങ്ങളുടെ അഭാവവും കാരണം മൈൻ സംരക്ഷിത മാവോ ക്യാമ്പുകളിലേക്ക് ഇരച്ചുകയറാൻ പോലീസിന് കഴിയുന്നില്ല. കാടുകളിൽ താവളങ്ങൾ കെട്ടിപ്പടുത്ത് ഗറില്ല പരിശീലന കേന്ദ്രങ്ങൾ സജ്ജമാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക്. വിവിധ വകുപ്പുകൾ പൂഴ്ത്തിവെച്ച ഒഴിവുകൾ കണ്ടെത്താൻ അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെൽ സംസ്ഥാനത്തുടനീളം ഗവൺമെന്റ് ഓഫീസുകളിൽ പരിശോധന തുടങ്ങി. അണ്ടർ സെക്രട്ടറി വി സെന്നിന്റെ നേതൃത്വത്തിൽ 5 അംഗ സംഘമാണ് ജില്ലയിൽ പരിശോധന നടത്തുന്നത്. എല്ലാ വകുപ്പുകളുടെയും ജില്ലയിലെ പ്രധാന ഓഫീസുകളിലാണ് പരിശോധന. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസ്, പട്ടികവർഗ വികസന വകുപ്പ്, കലക്ടറേറ്റ്, ITDP ഓഫീസ് തുടങ്ങി പ്രധാന ഓഫീസുകളിൽ പരിശോധന നടത്തി ഒഴിവുകൾ കണ്ടെത്തും. സ്ഥാനക്കയറ്റത്തിനു മാത്രം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വകുപ്പ് മേധാവികളെക്കുറിച്ച് സംസ്ഥാനത്ത് തന്നെ പരാതി വ്യാപകമായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് പരിശോധന നടത്തുന്നത്. സൂക്ഷ്മമായി പരിശോധന നടത്തിയാൽ 5000-ഓളം ഒഴിവുകൾ സംസ്ഥാനത്താകെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. PSC ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താത്തതിനാൽ നിരവധി ഉദ്യോഗാർത്ഥികൾക്കാണ് തൊഴിൽ നഷ്ടമാകുന്നത്. വയനാട് ന്യൂസ് അടക്കം വിവിധ മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ നൽകിയ നിവേദനങ്ങളും പരാതികളും പരിഗണിച്ചാണ് ഒഴിവുകൾ കണ്ടെത്താൻ വിജിലൻസ് പരിശോധനയ്ക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന വകുപ്പ് മേധാവികൾക്കെതിരെ നടപടിയെടുത്തേക്കുമെന്നും സൂചനയുണ്ട്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ബാങ്കുകൾ അന്യായമായി ചാർജ് ഈടാക്കുന്നത് പൊതുജനങ്ങളെ കഷ്ടത്തിലാക്കുകയാണ്. പുതിയ നിയമം അനുസരിച്ച് മിനിമം ബാലൻസും ATM ഉപയോഗിക്കുന്നതിനടക്കം നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും വരുത്തിയതാണ് സാധാരണക്കാരെ വലയ്ക്കുന്നത്. ഇതിനെതിരെ രംഗത്ത് വന്ന വ്യാപാരി വ്യവസായി സമിതി ഇന്ന് ജില്ലയിൽ SBI ബാങ്കുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. അക്കൗണ്ടിൽ മാസത്തിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിലും ATM 5 തവണയിൽ കൂടുതൽ ഉപയോഗിച്ചാലും മറ്റ് ബാങ്ക് സർവീസുകൾക്കും ചാർജ് ഈടാക്കിയാണ് SBI ബാങ്ക് അടക്കമുള്ളവ സാധാരണക്കാരുടെ പോക്കറ്റ് കാലിയാക്കുന്നത്. മെട്രോ സിറ്റികളിൽ 5000, നഗരങ്ങളിലും മറ്റിടങ്ങളിലും 3000, 2000, 1000 എന്നീ തോതിൽ മാസത്തിൽ ആവറേജ് ബാലൻസ് അക്കൗണ്ടിൽ വേണം. ഇതില്ലെങ്കിലും പിഴ ഈടാക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ATM മുഖാന്തരം 5 തവണയിൽ കൂടുതൽ പണം പിൻവലിച്ചാൽ ഓരോ തവണ പിൻവലിക്കുന്നതിനും സർവീസ് ടാക്സ് ഈടാക്കും. ഇതിനു പുറമെ മറ്റ് ബാങ്ക് സേവനങ്ങൾക്കും സാധാരണക്കാരെ പിഴിയുന്ന സമീപനമാണ് ബാങ്കുകൾ ചെയ്യുന്നത്. ഇതിനെതിരെയാണ് ഇന്ന് വ്യാപാരി വ്യവസായ സമിതി SBI ബാങ്കിന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. ബത്തേരിയിൽ നടന്ന സമരം സമിതി ജില്ലാ പ്രസിഡന്റ് AJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് CJ ജിനേഷ് അധ്യക്ഷനായിരുന്നു. AV ജയൻ, AP പ്രേഷിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ചെറുകിട വ്യാപാരിക്ക് ഒരു 10,000 രൂപ ബാങ്കിൽ പോയി അല്ലെങ്കിൽ ATM-ൽ നിന്ന് എടുക്കണമെങ്കിൽ അതിന് 50 രൂപ മുതൽ 150 രൂപ വരെ പലിശ കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഇത് പിൻവലിക്കണമെന്നാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി ഇന്ന് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഇതുമൂലം കാർഷിക മേഖലയിലേക്ക് ഒത്തിരിയേറെ തകർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. വയനാട് ന്യൂസ്, ബത്തേരി. പൊതുമേഖലാ ബാങ്കുകൾ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ SBI മാനന്തവാടി ബ്രാഞ്ചിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. K. ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. MV സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. PV മഹേഷ്, CK സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൺസൾട്ടൻസി നൽകിയതിലെ ക്രമക്കേട് ആരോപണം വിജിലൻസ് അന്വേഷണത്തിൽ കുരുങ്ങി വയനാട് മെഡിക്കൽ കോളേജ്. കൺസൾട്ടൻസി ഇടപാടിൽ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് കിട്ടിയാലേ തടസ്സങ്ങൾ നീങ്ങി തുടർ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയും. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് കൺസൾട്ടൻസി കരാർ നൽകിയ അനധികൃതമാണെന്ന് കാണിച്ച കരാർ ലഭിക്കാത്ത കമ്പനി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരന് പരാതി നൽകിയതിനെ തുടർന്നാണ് ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് കൺസൾട്ടൻസി കരാർ നൽകിയത് സർക്കാരിന് 12.31 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി കരാർ നൽകിയതാണ് നഷ്ടമുണ്ടാകാൻ കാരണമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. പദ്ധതി തുകയുടെ 1.90% കൂടുതൽ തുകയ്ക്ക് കൺസൾട്ടൻസി കരാർ നൽകിയിരുന്നെന്ന് സർക്കാർ ഉത്തരവും ചട്ടവുമുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങൾ മറികടന്നാണ്
വയനാട്, ഹരിപ്പാട് മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണത്തിന് കരാർ നൽകിയതെന്നാണ് ആരോപണം. അടങ്കൽ തുകയുടെ 2.94% കരാർ തുക. മൊത്തം 5 കമ്പനികൾ ടെൻഡർ നൽകി. കരാർ വ്യവസ്ഥകൾ 3 കമ്പനികൾ മാത്രമേ ക്വാളിഫൈ ചെയ്തുള്ളൂ. 1.38ഉം 2.94ഉം 1.71 എന്നിങ്ങനെയായിരുന്നു നിരക്കുകളിലായിരുന്നു 3 കമ്പനികളുടെ ടെൻഡർ. സർക്കാർ നിർദ്ദേശത്തിന് താഴെ കോട്ട് ചെയ്ത കമ്പനിയെ തഴഞ്ഞ 2.94% നിരക്ക് കോട്ട് ചെയ്ത കമ്പനിക്ക് കരാർ നൽകുകയായിരുന്നു. ഇങ്ങനെ ഉയർന്ന നിരക്കിൽ കരാർ ഉറപ്പിച്ചപ്പോൾ 4.61 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിഗമനം. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ കൺസൾട്ടൻസി പ്രവർത്തികൾ RG മാട്രിക്സ് അധികൃതർ നേരത്തെ ആരംഭിച്ചിരുന്നു. പിന്നീടാണ് ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ കൺസൾട്ടൻസി പ്രവർത്തികൾ ആരംഭിച്ചത്. പക്ഷേ ഇതു സംബന്ധിച്ച ഉത്തരവുകൾ ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഇതേ തുടർന്ന് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കൺസൾട്ടൻസി ഇടപാടിലും സംശയമുയരുകയായിരുന്നു. കൺസൾട്ടൻസി ഇടപാടിൽ വിജിലൻസിന്റെ ക്ലീൻ ചീറ്റ് ലഭിച്ചാൽ മാത്രമേ തടസ്സങ്ങൾ നീക്കി ഇനി മെഡിക്കൽ കോളേജിന്റെ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയൂ. വയനാട്ടിലെ ഇടപാടുകൾ സംബന്ധിച്ച് വിജിലൻസ് റിപ്പോർട്ടിൽ അനുകൂലമായ പരാമർശമല്ല ഉള്ളതെങ്കിൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകാൻ ഇനിയും വഴുകും. നിലവിൽ റോഡ് നിർമ്മാണമാണ് നടക്കുന്നത്. അനുബോർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. അമ്പലവയൽ പാമ്പള ലോറി അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. കുപ്പക്കൊല്ലി ഇടയപ്പുറത്ത് ഇസ്മയിലാണ് കഴിഞ്ഞ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചത്. 51 വയസ്സായിരുന്നു. ശനിയാഴ്ച ലോറി അപകടത്തിൽ വികാസ് കോളനിയിലെ ആലി മരണപ്പെട്ടിരുന്നു. മുള്ളൂർക്കൊല്ലിയിൽ നിന്ന് മരം കയറ്റി വരികയായിരുന്ന ലോറി മറ്റൊരു വാഹനത്തിന് അരികു കൊടുക്കുന്നതിനിടെ റോഡരികെ ഇടിഞ്ഞ് ലോറി മറിഞ്ഞാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒരാൾ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ ചികിത്സയിലായിരുന്ന ഇസ്മയിലാണ് ഇന്നലെ രാത്രി മരണപ്പെട്ടത്. നവംബർ മുതൽ ഇതുവരെ വയനാട്ടിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി കുടിശ്ശിക കിട്ടാനുള്ളത് 14 കോടി രൂപ. ചെയ്ത തൊഴിലിന്റെ കൂലി ലഭിക്കാതെ ജില്ലയിൽ മാസങ്ങളായി നരകിക്കുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾ. 2016 നവംബർ മുതലാണ് തൊഴിലാളികളുടെ കൂലി നിലച്ചത്. നിത്യേനയെന്നോണം ബാങ്കുകൾ കയറിയിറങ്ങുകയാണ് പലരും. 14 ദിവസത്തിനകം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി നൽകിയിരിക്കണം. നിയമപരമായ ബാധ്യത ബന്ധപ്പെട്ടവർ ഇതുവരെ പാലിച്ചിട്ടില്ല. ഈ നെറുകേട് ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാൻ ഒരു സന്നദ്ധ സംഘടനയും രംഗത്ത് വന്നിട്ടില്ല. പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും തൊഴിലിനെ ആശ്രയിക്കുന്ന മേഖലയിലാണ് ചെയ്ത തൊഴിലിന്റെ കൂലി അന്യായമായി നിഷേധിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതികളിൽ ഉൾപ്പെടുത്തേണ്ട പ്രവൃത്തികളെക്കുറിച്ചുള്ള അവ്യക്തതയും ആശയക്കുഴപ്പവുമാണ് കൂലി നിഷേധിക്കാൻ കാരണമെന്ന് പറയുന്നു. പദ്ധതിയുടെ നോഡൽ ഏജൻസികൾ കൂലി പ്രശ്നത്തിൽ കാണിക്കുന്ന അലംഭാവം കുറ്റകരമാണെന്ന് പറയാതെ വയ്യ. വയനാട് ന്യൂസ്, ചീരാൽ. ജില്ലയിലെ സഹകരണ ബാങ്കുകളിൽ പുതുതായി നിയമിക്കുന്ന ജീവനക്കാരെ PSC വഴി നിയമിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. പല ബാങ്കുകളിലും ജീവനക്കാരെ നിയമിക്കുന്നത് വൻ കോഴ വാങ്ങിയാണെന്നും ഇതുമൂലം സാധാരണക്കാർക്ക് സഹകരണ മേഖലകളിൽ ജോലി ലഭ്യമല്ലാത്ത അവസ്ഥയാണെന്നും ആക്ഷേപം. ജില്ലയിലെ 6ഓളം ബാങ്കുകളിൽ പുതിയ ജീവനക്കാരെ നിയമിക്കാനുള്ള അനുമതിക്കായി സഹകരണ വകുപ്പിൽ നിന്ന് നിർദ്ദേശത്തിന് കാത്തിരിക്കുകയാണ്. ഇതിൽ പല ബാങ്കുകളിലും ജീവനക്കാരെ നിയമിക്കുന്നതിന് മുമ്പ് തന്നെ കോഴ നൽകിയും സ്വാധീനം ഉപയോഗിച്ചും ജോലി തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ബാങ്കിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് പോലും 10 ലക്ഷം രൂപ വരെയാണ് കോഴ ആവശ്യപ്പെടുന്നത്. അതത് സഹകരണ സ്ഥാപനങ്ങളിലെ പ്രദേശങ്ങളിൽ അതത് പഞ്ചായത്തിൽ നിന്നുള്ള അപേക്ഷകൾ സ്വീകരിച്ച് അർഹരായവർക്ക് ജോലി നൽകുന്നതിന് പകരം സ്വാധീനവും പണവും ഉപയോഗിച്ച് അനർഹരെ തിരികെ കയറ്റുന്ന സമീപനമാണ് ബാങ്ക് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സഹകരണ ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് അഴിമതികൾ കുറയ്ക്കുന്നതിന് ബാങ്കുകൾ തയ്യാറാകണം. പരീക്ഷകളും കൂടിക്കാഴ്ചകളും വെറും പ്രഹസനമാണെന്നും നിയമനത്തിന് പുറത്തുനിന്നുള്ള ഏജൻസികളെ കൊണ്ട് പരീക്ഷ നടത്തി കൂടിക്കാഴ്ച നടത്തി അംഗീകാരത്തിന് വേണ്ടി തങ്ങൾക്കിഷ്ടമുള്ളവരെ തിരികെ കയറ്റുന്ന സമീപനമാണ് ചില ബാങ്കുകളിൽ നടക്കുന്നത്. ഇതുമൂലം പണമില്ലാത്തവർക്ക് സഹകരണ ബാങ്കുകളിലെ നിയമനം കിട്ടാക്കനിയാകുന്ന അവസ്ഥയാണുള്ളതെന്നും വയനാട് യൂത്ത് സർവീസ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ പറഞ്ഞു. PJ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. AJ അഗസ്റ്റൻ, സനൽകുമാർ, റഷീദ്, അഖില ജോൺ, ജാൻസി കുര്യൻ, എബി ബേബി എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. അടിയന്തരാവസ്ഥ പീഡിതരുടെ ജില്ലാതല പ്രവർത്തക യോഗം കൽപ്പറ്റ MGT ഹാളിൽ ചേർന്നു. PC ഉണ്ണിച്ചക്കൻ ഉദ്ഘാടനം ചെയ്തു. അബ്രഹാം ബെൻഹർ, വർഗീസ് വട്ടേക്കാട്ടിൽ, സുലോചന, കുന്നേൽ കൃഷ്ണൻ തുടങ്ങിയ അടിയന്തരാവസ്ഥ തടവുകാർ സംസാരിച്ചു. രാഷ്ട്രീയ തടവുകാർക്ക് ചികിത്സാ സൗജന്യവും പെൻഷനും അനുവദിക്കണമെന്നും സമരസേനാനികളെ ആദരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കാട്ടാനയുടെ വിളയാട്ടത്തിൽ പൊറുതിമുട്ടി വടക്കനാട് പച്ചാടി ഗ്രാമവാസികൾ. സന്ധ്യമയങ്ങുന്നതോടെ പ്രദേശത്ത് കാട്ടാനകൾ കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയാവുകയാണ്. പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നതാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങാൻ കാരണം. നൂൽപ്പുഴ പഞ്ചായത്തിലെ വടക്കനാട് പച്ചാടി ഗ്രാമവാസികളാണ് കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്നത്. പകൽ രാത്രി വ്യത്യാസമില്ലാതെ ഇവിടെ കാട്ടാനശല്യമാണ്. രാത്രികാലങ്ങളിൽ കാട്ടാന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ കൃഷിയിടങ്ങളിൽ ഇറങ്ങും. തുടർന്ന് പുലർച്ചെ വരെ വിളകൾ തിന്നും ചവിട്ടിയും നശിപ്പിക്കും. ശബ്ദം കേട്ട് പുറത്തിറങ്ങി ഓടിച്ചാൽ തിരിച്ചോടിക്കുന്നതും പതിവാണ്.
കഴിഞ്ഞ ദിവസം പ്രദേശത്തിറങ്ങിയ കാട്ടാന പച്ചാടി പാലക്കാട്ടിൽ ബിജുവിന്റെ വീടിനോട് ചേർന്ന് കൃഷിയിടത്തിലുള്ള കൊത്താറായ വാഴകൾ നശിപ്പിച്ചു. കൂടാതെ പറമ്പിലുണ്ടായിരുന്ന തെങ്ങുകളും പിഴുതു നശിപ്പിച്ചു. നിലവിൽ കാട്ടാന കൃഷിയിടത്തിലിറങ്ങുന്നത് തടയാൻ ഫെൻസിങ്ങും കിടങ്ങും കൽമതിലൊക്കെയുണ്ടെങ്കിലും ഇതെല്ലാം മറികടന്നാണ് കാട്ടാനകൾ കൃഷിയിടത്തിലെത്തുന്നത്. ഇതിനു പുറമെ മനുഷ്യജീവൻ ഉൾപ്പെടെ ഭീഷണിയാവുന്നതും. ഇതിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. രാത്രി ഒന്ന് വെളുപ്പിന് ഫുൾ ആനത്തൊന്ന് തീർത്തു. ഈ കഴിഞ്ഞ രാത്രി ഫുള്ളും ഒരാനയല്ല 3-4 ആനയുണ്ട്. പലപ്പോഴായിട്ട് വന്നുകൊണ്ടിരിക്കുക. ശല്യം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. വയനാട് ന്യൂസ്, ബത്തേരി. കാട്ടാനകൾ കൃഷിയിടത്തിലിറങ്ങുന്നത് തടയാൻ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച വൈദ്യുത കമ്പുവേലി പ്രവർത്തിച്ചത് 1 മാസം. വനയോര ഗ്രാമമായ പച്ചാടി ഭാഗത്ത് ജില്ലാ പഞ്ചായത്ത് 7.5 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഫെൻസിംഗ് ആണ് കർഷകർക്ക് ബാധ്യതയായി മാറിയിരിക്കുന്നത്. ജനകീയ കമ്മിറ്റിയെ ഏൽപ്പിക്കാതെ സ്ഥാപിച്ചതാണ് ഫെൻസിംഗ് ബാധ്യതയാവാൻ കാരണമെന്നാണ് പറയുന്നത്. 2011-12 വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 7.5 ലക്ഷം രൂപ മുടക്കിയാണ് വൈദ്യുതി കമ്പിവേലി നിർമ്മിച്ചത്. വടക്കനാട് അണ്ണിമൂലം മുതൽ പണയമം വരെ 6 കിലോമീറ്റർ ദൂരമാണ് വൈദ്യുതി കമ്പിവേലി വനാതിർത്തിയിൽ സ്ഥാപിച്ചത്. കാട്ടാനശല്യത്തിന് പരിഹാരം എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഫെൻസിംഗ് സ്ഥാപിച്ച് കേവലം 1 മാസം മാത്രമാണ് ഇത് പ്രവർത്തന സജ്ജമായിരുന്നത്. പിന്നീട് ഇത് കാട്ടാന കമ്പിവേലി മറികടക്കാനുള്ള ശ്രമങ്ങളിൽ കമ്പി പൊട്ടിയും കാലുകൾ വളഞ്ഞും നശിച്ചു. ഇതിനുവേണ്ടി സ്ഥാപിച്ച സോളാർ പാനലും ബാറ്ററികളും അനാഥമായി കിടക്കുകയാണ്. ഫെൻസിംഗ് ജനകീയ കമ്മിറ്റിയെ ഏൽപ്പിക്കാതെ കരാറുകാരനെ ഏൽപ്പിക്കുകയും യഥാസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാതിരുന്നതുമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അനർട്ടിനെയാണ് പദ്ധതി ഏൽപ്പിച്ചത്. 5 വർഷത്തെ അറ്റകുറ്റപ്പണികൾ വരെ ഇവർ നടത്തുകയും വേണം. എന്നാൽ ഫെൻസിംഗ് നാശമായ വിവരം അറിയിച്ചിട്ടും ഇവർ തിരിഞ്ഞു നോക്കിയില്ലത്രേ. വൈദ്യുതി കമ്പിവേലി തകർന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിലേക്ക് പരാതി അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ എത്തി പരിശോധന നടത്തിപ്പോയതല്ലാതെ ഇതുവരെ ഇത് പുനഃസ്ഥാപിക്കാൻ നടപടിയായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഞങ്ങൾ പരാതി അയച്ചിരുന്നു. അതിന് അനർട്ടാണ് ഈ വർക്ക് ചെയ്യിച്ചത്. അനർട്ടിൻ്റെ ഫണ്ട് വെച്ചിട്ട് അനർട്ടിൽ നിന്നിട്ട് ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ ജോയിക്ക് നോട്ടീസ് കൊടുക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത് അവർ കാരണം പറഞ്ഞിരിക്കുന്നത് 5 വർഷത്തെ ഗ്യാരണ്ടിയിലാണ് ഈ വർക്ക് കൊടുത്തതെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ജോയിക്കാണ്. ജോയിക്ക് നാളെ തന്നെ മെമ്മോ കൊടുക്കും, അത് ജോയി മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വനാതിർത്തികൾ സ്ഥാപിച്ച വൈദ്യുതി ഫെൻസിംഗും വന്യമൃഗശല്യത്തിനൊപ്പം പ്രദേശവാസികൾക്ക് ദുരിതമാവുന്ന കാഴ്ചയാണ് കാണുന്നത്. അബു താഹിർ, വയനാട് ന്യൂസ്, ബത്തേരി. മഴയെത്തിയതോടെ വന്യമൃഗങ്ങൾക്ക് ആശ്വാസമായി വനത്തിലെ കുളങ്ങളിൽ വെള്ളം നിറഞ്ഞു. കൂടാതെ മുള തളിർത്ത് കാട്ടിൽ പച്ചപ്പ് നിറയുകയും ചെയ്തു. കടുത്ത വേനലിനെ തുടർന്ന് വനാതിർത്തികളിലെയും വനാന്തരങ്ങളിലെയും കുളങ്ങളും പുഴകളും വറ്റിവരേണ്ടത് വന്യജീവികൾക്ക് ദുരിതമായിരുന്നു. കടുത്ത വേനലിൽ പച്ചപ്പെല്ലാം മാഞ്ഞ കാടും വറ്റിവരണ്ട കുളങ്ങളും തീറ്റയും കുടിവെള്ളവും തേടി അലയുന്ന കാട്ടുമൃഗങ്ങളും ദയനീയമായ കാഴ്ചയായിരുന്നു എല്ലായിടത്തും. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പെയ്ത മഴ ഇതിനൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. വറ്റിവരണ്ട വനയോര വനാന്തരങ്ങളിലെയും കുളങ്ങളും പുഴകളും വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. കൂടാതെ കാട്ടിൽ പച്ചപ്പ് നിറഞ്ഞ് തീറ്റയുമായി. മുൻവർഷങ്ങളിൽ പൂത്തുണങ്ങിയ മുളകൾക്ക് പകരം കാട്ടിൽ മുളകൾ പച്ചപ്പണിഞ്ഞതും അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. കാട് ഉണങ്ങി വരേണ്ടതോടെ കാട്ടാനയടക്കമുള്ള മൃഗങ്ങൾ തീറ്റയും വെള്ളവും തേടി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നത് പതിവായിരുന്നു. ഇതിനൊരു ശമനമാവുമെന്ന പ്രതീക്ഷ കൂടിയാണ് കുളങ്ങളിൽ വെള്ളം നിറഞ്ഞതും കാട്ടിൽ പച്ചപ്പ് നിറഞ്ഞ് തീറ്റയായതും. വയനാട് ന്യൂസ്, ബത്തേരി. ഭ്രഷ്ട് വിവാദത്തിനിടെ മാനന്തവാടി എരുമത്തെരുവിലെ യാദവ സമുദായത്തിന്റെ കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രോത്സവം പുറമേ നിന്നുള്ള ഏതാനും പേർ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതായി ആരോപണം. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. മാരിയമ്മൻ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന താലപ്പൊലി എഴുന്നള്ളത്തിനിടെ അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമന മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ പകർത്തുകയും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തുവെന്നാരോപിച്ച് ഒരു വിഭാഗം ആളുകൾ ഇയാളെ മർദ്ദിക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. ശ്രീജിത്തിനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ചവർക്കും മർദ്ദനമേറ്റു. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശ്രീജിത്ത് പെരുമന, ഗോവിന്ദരാജ്, ഭാര്യ സുജാത, മകൻ ഗോകുൽ, യാദവ സമുദായ പ്രവർത്തകരായ ബാബു, ജിജേഷ്, ഉമ, ശ്യാമള എന്നിവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടിക്കുളത്തുള്ള ഒരാൾ ചില ആളുകളെ കൂട്ടുപിടിച്ച് വർഷങ്ങൾക്ക് ശേഷം ആരംഭിച്ച ഉത്സവം മുടക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് യാദവ സമുദായ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേത്ര ഉത്സവം അലങ്കോലപ്പെട്ടു എന്നുള്ള ലക്ഷ്യമാണ്. തീർച്ചയായും ഇതുകൊണ്ടുണ്ടായ മാനഹാനി എന്ന് പറഞ്ഞാൽ സമുദായത്തിനും ഈ നമുക്ക് ഓരോരുത്തർക്കും അത് തീർത്താത്ത നഷ്ടമുണ്ടായി. ഭ്രഷ്ടുണ്ടെന്ന് പറയുന്നവർ പോലും ഉത്സവത്തിൽ പങ്കെടുക്കുകയും ആചാരപ്രകാരം നിവേദ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെയും പുറത്തു നിന്നുള്ളവരെ കൂട്ടുപിടിച്ച് സ്ത്രീകളെ അപമാനിക്കുകയും ഉത്സവം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ടി മണി, MS മോഹനൻ, MV സുരേന്ദ്രൻ, MK ശ്രീജിത്ത്, MV രമേശൻ എന്നിവർ ആവശ്യപ്പെട്ടു.
അതേസമയം ഭ്രഷ്ട് വിഷയത്തിൽ ഇരയായ കുട്ടിയുടെ അഭിഭാഷകനാണ് താനെന്നും കേസിന്റെ ആവശ്യത്തിനാണ് മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തിയതെന്നും അവ പോലീസിനെ ഏൽപ്പിച്ചതായും സ്ത്രീകളെ അപമാനിച്ചുവെന്നത് അടിസ്ഥാനരഹിതമാണെന്ന് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പറഞ്ഞു. അതേസമയം സ്ത്രീകളുടെ പരാതി പ്രകാരം അഡ്വക്കേറ്റ് ശ്രീജിത്തിനെതിരെയും ശ്രീജിത്തിന്റെ പരാതിയിൽ കണ്ടാലറിയാവുന്ന 6 പേർക്കെതിരെയും കേസെടുത്തതായി പോലീസ് പറഞ്ഞു. വയനാട് ന്യൂസ്, മാനന്തവാടി. കുടിവെള്ളം കിട്ടാതെ നട്ടം തിരിഞ്ഞ് കൽപ്പറ്റ ഗൂഡലായിക്കുന്ന് നിവാസികൾ. കൽപ്പറ്റ നഗരത്തിൽ പലയിടങ്ങളിലും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുമ്പോഴാണ് ഗൂഡലായിക്കാർ കുടിവെള്ളത്തിന് പരക്കം പായുന്നത്. കൽപ്പറ്റയിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം കിട്ടാതെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലായിട്ടും നഗരസഭയ്ക്ക് യാതൊരു കുലുക്കവുമില്ല. നിലവിൽ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പരന്നൊഴുകുകയാണ്. ഗൂഡലായി, എമിലി, പള്ളിത്താഴെ, ബൈപ്പാസ്, പുത്തൂർവയൽ, മണിയങ്കോട്, പിണങ്ങോട്, കൈനാട്ടി, തിരുഹൃദയനഗർ, പെൻഷൻ ഭവൻ, ITI വെയർഹൌസ്, ചേനമല, ഓണിവയൽ എന്നിവിടങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിലാണ്. ഇത്രയും ഗുരുതരമായ സ്ഥിതിയായിട്ടും നഗരസഭ അറിഞ്ഞ മട്ടില്ല. കൽപ്പറ്റ ഗൂഡലായിൽ കുടിവെള്ളം മുട്ടിയതിനെ തുടർന്ന് മലമുകളിൽ നിന്ന് വരുന്ന ചെറിയ ഉറവകളിൽ നിന്നും മഴവെള്ളം ശേഖരിച്ചുമാണ് നാട്ടുകാർ പരിഹാരം കണ്ടെത്തുന്നത്. കുടിക്കാൻ ഉറവകളിലെ വെള്ളവും മറ്റാവശ്യങ്ങൾക്ക് മഴവെള്ളവുമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നിലവിൽ വീടുപണികൾ പോലും വെള്ളമില്ലാത്തതുമൂലം നിർത്തിവച്ചിരിക്കുകയാണ്. കോടികൾ മുടക്കി നടപ്പാക്കിയ കാരാപ്പുഴ പദ്ധതി കൃത്യമായി നടപ്പാക്കാത്തതാണ് ഈ ദുരിതത്തിന് കാരണം. 65 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കാരാപ്പുഴ കുടിവെള്ള പദ്ധതി നടത്തിപ്പിലെ നഗരസഭയുടെ അനാസ്ഥയാണ് നഗരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കുന്നത്. പദ്ധതി പേരിന് നടപ്പിലാക്കിയെന്നതല്ലാതെ വിതരണ ശൃംഖല ഒരുക്കുന്നതിൽ നഗരസഭ പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. കുടിവെള്ള വിതരണ സംവിധാനം പൂർണ്ണമായും സജ്ജമാക്കാതെ നഗരസഭയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ വെള്ളം വിതരണം ചെയ്യേണ്ടി വന്നു. അശാസ്ത്രീയമായ രീതിയിൽ ഗുണനിലവാരം കുറഞ്ഞ പൈപ്പുകൾ സ്ഥാപിച്ചതിനാൽ തുടക്കത്തിലെ തന്നെ പൈപ്പുകൾ പൊട്ടി. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും നടത്തിപ്പുകാർ തയ്യാറായില്ല. ഇതോടെ ലഭിച്ചുകൊണ്ടിരുന്ന കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ചില സമയങ്ങളിൽ അത്ര വെള്ളം പിന്നെ വെയിലാകുമ്പോൾ വരുമ്പോൾ പിന്നെ എടുക്കാനൊന്നും എപ്പോഴാണ് ചില സമയം തന്നെ രാവിലെ നമ്മൾ ആരും എണീക്കാത്തതല്ലേ അപ്പോഴൊക്കെ വെള്ളം വരിക. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. മാവേലി സ്റ്റോറിൽ നിന്നും വാങ്ങിയ പാവയ്ക്ക കൊണ്ടാട്ടത്തിന്റെ പാക്കറ്റിനുള്ളിൽ നിരോധിത പാൻ മസാലയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. താന്നിത്തെരുവ് കല്ലത്ത് എൽദോസാണ് ഇന്നലെ കാലത്ത് പുൽപ്പള്ളിയിലെ സപ്ലൈകോയുടെ സൂപ്പർമാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പാവയ്ക്ക കൊണ്ടാട്ടത്തിന്റെ കവറിനുള്ളിൽ നിന്ന് ഉപ്പെന്ന് സംശയിക്കുന്ന തരത്തിൽ പാൻ മസാല കണ്ടെത്തിയത്. സംശയം തോന്നിയ എൽദോസ് സപ്ലൈകോയിൽ നിന്നും വീണ്ടും പാക്കറ്റ് വാങ്ങി പരിശോധിച്ചപ്പോഴാണ് നിരോധിത പാൻ മസാലയാണെന്ന് മനസ്സിലായത്. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം യാതൊരുവിധ പരിശോധനകളും ഇല്ലാതെയാണ് വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ സൂപ്പർമാർക്കറ്റ് വഴി വിതരണം ചെയ്യുന്നതെന്ന് ആരോപണമുയർന്നിട്ടും സപ്ലൈകോ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. മെയ് ആദ്യവാരം കഴിഞ്ഞിട്ടും കർണാടക വിപണികളിൽ ഇഞ്ചി വില ഉയർന്നില്ല. ചാക്കിന് 1000 മുതൽ 1050 രൂപ വരെ വിലയിലാണ് ആഴ്ചകളായി തുടരുന്നത്. ഇത് കർണാടകയിൽ ഇഞ്ചി കൃഷിയിൽ മുതൽ മുടക്കിയ മലയാളികളടക്കം കർഷകരെ ആശങ്കയിലാഴ്ത്തുകയാണ്. ഉൽപാദനക്കുറവും വിലക്കുറവും മൂലം കർഷകർ കനത്ത നഷ്ടം നേരിടുന്നതിനിടെ ഭൂമിയുടെ പാട്ടവും കൂലിച്ചെലവും വർദ്ധിക്കുകയുമാണ്. കഴിഞ്ഞ വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇഞ്ചി ചാക്കിന് 2500 രൂപ വരെ വില ലഭിച്ചിരുന്നു. വിളവെടുപ്പ് കാലത്തിന്റെ തുടക്കത്തോടെ താഴ്ന്ന വിലയാണ് ഇത്തരത്തിൽ വർദ്ധിച്ചത്. എന്നാൽ ഇക്കുറി ഏപ്രിൽ കഴിഞ്ഞിട്ടും വിലയിൽ കാതലായ മാറ്റമില്ല. കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലായി 18,000-നടുത്ത മലയാളികളാണ് ഒറ്റയ്ക്കും സംഘങ്ങളായും ഭൂമി പാട്ടത്തിനടുത്ത ഇഞ്ചി കൃഷി ചെയ്യുന്നത്. വയനാട്ടുകാരാണ് ഇവരിൽ അധികവും. 1990കളിൽ വയനാട്ടിലുണ്ടായ കാർഷിക പ്രതിസന്ധിയാണ് കൃഷിക്കാരിൽ പലരെയും കർണാടകയിൽ ഭാഗ്യപരീക്ഷണത്തിന് പ്രേരിപ്പിച്ചത്. നിലവിൽ ഏകദേശം 1.25 ലക്ഷം ഏക്കറിലാണ് കൃഷി. കാലാവസ്ഥയിലെ പിഴവുകൾ മൂലം ഇഞ്ചി ഉൽപാദനത്തിൽ ഗണ്യമായ കുറവാണുണ്ടായത്. മുൻപ് ഒരേക്കറിൽ ശരാശരി 300 ചാക്ക് വിളവ് ലഭിച്ചിരുന്നു. ഇക്കുറി 50 മുതൽ 200 ചാക്കാണ് വിളവ്. വരൾച്ചയും രോഗവുമാണ് ഇഞ്ചിക്ക് ഉൽപാദനത്തിന് ബാധിച്ചത്. ഒരേക്കറിൽ ഇഞ്ചി കൃഷി നടത്തുന്നതിന് പാട്ടവും വിത്ത്, വളംവിലയും നിലമൊരുക്കൽ മുതലായ വിളവെടുപ്പ് വരെ പണിക്കൂലിയുമടക്കം ഏകദേശം 4.5 ലക്ഷം രൂപയാണ് ചെലവ്. ഇപ്പോൾ 100 ചാക്ക് ഇഞ്ചി വിറ്റാൽ കിട്ടുന്നതാകട്ടെ 1 ലക്ഷം രൂപയും. ഇത് കാരണം താങ്ങാനാവാത്ത നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന സന്ദേശമുയർത്തി മാനന്തവാടിയിൽ ചക്ക, മാങ്ങ, തേങ്ങ സമ്മർ ക്യാമ്പിന് തുടക്കമായി. കുട്ടികളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ സന്ദേശം വളർത്തിയെടുക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. നഗരസഭകളുടെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ സർക്കാരിന്റെ നിർദ്ദേശാനുസരണം
കുട്ടികളോടൊത്തുകൂടാം, വൃത്തിയുള്ള ലോകമൊരുക്കാമെന്ന സന്ദേശമുയർത്തി ചക്ക, മാങ്ങ, തേങ്ങ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. മാനന്തവാടി നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ VR പ്രവീജ് ഉദ്ഘാടനം ചെയ്തു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ 75ഓളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ചടങ്ങിൽ നഗരസഭ കൌൺസിലർമാരായ ലില്ലി കുര്യൻ, ജേക്കബ് സെബാസ്റ്റ്യൻ, ഹുസൈൻ കുഴിനിലം, അരുൺകുമാർ, VU ജോയി എന്നിവർ പ്രസംഗിച്ചു. BG ഗിരിജ, PC ജോൺ, ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. മാനന്തവാടി നഗരസഭയിൽ ഇന്ന് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഈ ക്യാമ്പയിൻ 3 ദിവസത്തെ ക്യാമ്പയിനാണ് നടത്തപ്പെടുന്നത്. ആദ്യത്തെ ക്യാമ്പയിൻ മാങ്ങ ക്യാമ്പയിനും, അതുപോലെ തന്നെ തേങ്ങ ക്യാമ്പയിനും, അതുപോലെ തന്നെ ലാസ്റ്റ് ദിവസം ചക്ക ക്യാമ്പയിൻ. ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തന രീതിയിലൂടെയാണ് ഈ ക്യാമ്പയിൻ നടത്തപ്പെടുന്നത്. ഇതിൻ്റെ സമാപന ദിവസമായ 3ാമത്തെ ദിവസം കുട്ടികളെ ഒരു പ്രകൃതി രമ്യമായിട്ടുള്ള സ്ഥലം തിരുവേൽ ദേവിയിൽ ചേർന്ന് അവിടെ ഒരു ക്യാമ്പയിനോടുകൂടിയാണ് സമാപിക്കുന്നത്. വയനാട് ന്യൂസ്, മാനന്തവാടി. മാറുന്ന കാലാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരിക എന്ന സന്ദേശവുമായി വയനാട് സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ 1 മാസത്തെ വനവൽക്കരണ പദ്ധതിക്ക് തുടക്കമായി. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വരൾച്ചയും കുടിവെള്ളക്ഷാമത്തിനും പരിഹാരം കാണുന്നതിനും വേനൽ മഴയിൽ ലഭിക്കുന്ന മഴവെള്ളം കൃഷിയിടങ്ങളിൽ കർഷകർ തന്നെ സംഭരിക്കുന്നതിനും സ്വയം തയ്യാറാവുക എന്ന സന്ദേശമുയർത്തിയാണ് സിറ്റി ക്ലബ് അംഗങ്ങളുടെ വീടുകളിൽ 25 മരത്തൈകൾ വീതം നട്ട് വനവൽക്കരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ക്ലബ് അംഗങ്ങൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, വായനശാലകൾ, വിവിധ സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും എല്ലാ കർഷകരുടെയും കൃഷിയിടങ്ങളിൽ ഔഷധ സസ്യങ്ങൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന പ്ലാവ്, മാവ്, പേര തുടങ്ങിയ ഫലവൃക്ഷ തൈകളും ചോലമരങ്ങളും നട്ട് ഭൂമിക്ക് തണലേകുന്നതിനും സ്വയം കർഷകർ തയ്യാറാകുന്നതിന്റെ ഭാഗമായാണ് പരിപാടി. ജൂൺ 5 വരെ നീളുന്ന വനവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം പാടിച്ചിറ സെന്റ് സെബാസ്റ്റ്യൻ വികാരി ഫാദർ സജി പുഞ്ചയിൽ നിർവഹിച്ചു. ജോസ് നെല്ലേടം അധ്യക്ഷനായിരുന്നു. PA ഡിവൻസ്, KR ജയരാജ്, ജോർജ് തട്ടാമ്പറമ്പിൽ, TJ മാത്യു, CD ബാബു, ബെന്നി മാത്യു, ഫെബിൻ റപ്പായി, PJ ജോൺസൺ എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാവോയിസ്റ്റ് സ്വാധീന മേഖലകളുടെ ഭൂപടം പുറത്തുവിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഉൾക്കാടുകളിൽ മാവോയിസ്റ്റുകൾ താവളം കെട്ടിപ്പടുക്കുന്നു. വകുപ്പുകൾ പൂഴ്ത്തിവെച്ച ഒഴിവുകൾ കണ്ടെത്താൻ ജില്ലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെൽ പരിശോധന. ബാങ്കുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വ്യാപാരികൾ മാർച്ചും ധർണയും നടത്തി. കൺസൾട്ടൻസി നൽകിയതിൽ ക്രമക്കേട്, വയനാട് മെഡിക്കൽ കോളേജ് വിജിലൻസ് അന്വേഷണത്തിൽ കുടുങ്ങി. നവംബർ മുതൽ ഇതുവരെ ജില്ലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂലി കുടിശ്ശിക 14 കോടി രൂപ. നടപടിയെടുക്കേണ്ടവർക്ക് അനങ്ങാപ്പാറ നിലപാട്. കാട്ടാനയുടെ വിളയാട്ടത്തിൽ പൊറുതിമുട്ടി വടക്കനാട് പച്ചാടി ഗ്രാമം. കുടിവെള്ളത്തിന് നട്ടം തിരിഞ്ഞ് കൽപ്പറ്റ കൂടലായിക്കുന്ന്. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.